അല്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞാണല്ലോ. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ അതനുസരിച്ച് പ്രതികരിക്കാമായിരുന്നു. അല്ല, ഇനിയില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല. ഏതാ? ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തി വന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരനായിട്ട് ഞങ്ങൾ കാണില്ല. ആ റിപ്പോർട്ടിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ ഭദ്രമായിട്ട് പാർട്ടി ഓഫീസിലുണ്ട്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് ഇടപെടലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവേണ്ട. ഞാൻ പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സീപ്ലെയിനെ ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. കാരണം ഇത് ഞങ്ങളുടെ കുട്ടിയാണ്. അന്ന് തടസ്സം പറഞ്ഞവർ അവരുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് ചില മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെയാണ് വടിയും വാളുമായിട്ട് രംഗത്ത് വന്നത്. അവരുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളേതായാലും ഈ പദ്ധതിയെ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല. കാരണം ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിച്ച. ഏതായാലും അതിന് പാര വെച്ചവർ തന്നെ ഇപ്പം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്.